നിർണായകമായ വിധിയുണ്ടായിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് സെൻകുമാറിനെ തിരിച്ചെടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി സെൻകുമാർ കേസിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നുവെന്നാണ് ഈ നിമിഷത്തെ ഏറ്റവും പുതിയ വാർത്ത. ക്രമസമാധാന ചുമതലയുള്ള DGP സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയത് രാഷ്ട്രീയ പകപോക്കലാണ് എന്നാണ് സെൻകുമാറിന്റെ വാദം. സവാദ് മുഹമ്മദ്, സവാദ്, വിധിയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. ഹലോ സവാദ്, വിധിയുടെ വിശദാംശങ്ങൾ. സായികുമാർ, വളരെ സുപ്രധാനമായിട്ടുള്ള വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. TP സെൻകുമാറിനെ DGP സ്ഥാനത്തേക്ക് തിരിച്ചെടുക്കണം എന്നുള്ള ഒറ്റവാക്കുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അദ്ദേഹം നൽകിയിട്ടുള്ള അപ്പീൽ അംഗീകരിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് DGP സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതായത് അധികാരത്തിലെത്തിയ ശേഷം പിണറായി വിജയൻ സർക്കാർ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായ DGPയെ സ്ഥാനത്ത് നിന്ന് സെൻകുമാറിനെ മാറ്റാനുള്ള തീരുമാനം സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും അനുകൂലമായി വിധി സമ്പാദിക്കാനായെങ്കിലും സുപ്രീം കോടതിയിൽ ആ തീരുമാനം ഡിഫെൻഡ് ചെയ്യുന്നതിൽ പ്രതിരോധിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. സുപ്രീം കോടതിയിൽ സെൻകുമാർ ഉന്നയിച്ച വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ്. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് കേവലം നിയമപരമായിട്ടുള്ള വാദങ്ങളല്ല, രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കൽ തർക്കത്തിൽ നടത്തിയിരിക്കുന്നു. നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ നിലയിൽ CPM-ന്റെ നേതാക്കൾ പ്രതികളായിട്ടുള്ള കേസുകൾ നിഷ്പക്ഷമായി അന്വേഷിച്ചതിന്റെ പേരിൽ തന്നെ വേട്ടയാടുന്നു എന്ന തരത്തിലുള്ള വാദങ്ങളായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്. ഒപ്പം തന്നെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു തനിക്കെതിരെ നടന്നെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതിന് സർക്കാർ മറുപടി പറഞ്ഞത് പുറ്റിങ്ങൽ അപകടത്തിന്റെയും അതുപോലെ തന്നെ ജിഷ വധക്കേസിലെയും പോലീസിന്റെ വീഴ്ചകൾ കൊണ്ടാണ് സംസ്ഥാന പോലീസിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു, അതിലേക്ക് നയിച്ച പ്രവർത്തനങ്ങൾ DGP എന്ന നിലയിൽ സെൻകുമാർ ചെയ്തു തുടങ്ങിയ വാദങ്ങളായിരുന്നു. ആ വാദങ്ങളെയൊക്കെ നിരാകരിച്ചുകൊണ്ട് TP സെൻകുമാറിനെ DGP സ്ഥാനത്തേക്ക് തിരിച്ചെടുക്കാൻ അങ്ങനെ തന്നെയാണോ? DGP സ്ഥാനത്തേക്ക് തന്നെ സെൻകുമാറിനെ തിരിച്ചെടുക്കണം എന്ന് തന്നെയാണോ വിധി? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിധി. സുപ്രീം കോടതി പറഞ്ഞത് അപ്പീൽ അലൗഡ് റീഇൻസ്റ്റേറ്റ് എന്ന രണ്ട് വാക്കുകളായിരുന്നു ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ വിധി പ്രസ്താവിച്ചുകൊണ്ട് ജഡ്ജിമാർ പറഞ്ഞിരിക്കുന്നത്. വിശദമായ വിധിയുടെ പകർപ്പ് ലഭിക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാരണങ്ങൾ കോടതി കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. പക്ഷേ വാദം നടന്നൊരു സമയത്ത് വാദങ്ങൾക്ക് ഇരുഭാഗവും ഉന്നയിച്ച കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ സെൻകുമാറിന്റെ വാദങ്ങൾക്കായിരുന്നു കൂടുതൽ പരിഗണന കോടതി നൽകിയിരിക്കുന്നത്. കാരണം കൃത്യമായും രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കൽ പോലെയുള്ള ചില ആരോപണങ്ങൾക്കപ്പുറത്ത് നിയമപരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഈ ഹർജിയിൽ വാദം കേൾക്കവേ സെൻകുമാറിന്റെ അഭിഭാഷകനായിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദാവെ ഉന്നയിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രകാശ് സിംഗ് കേസിലെ വിധിയായിരുന്നു. പ്രകാശ് സിംഗ് കേസിൽ വളരെ വ്യക്തമായിട്ട് തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, അത് ചരിത്രപരമായിട്ടുള്ള ഒരു വിധിയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റുമ്പോൾ അതിന് പാലിക്കേണ്ട ചില മാർഗനിർദ്ദേശങ്ങൾ ആ വിധിയിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പാടില്ല. അങ്ങനെ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ സാഹചര്യം ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചും പ്രകാശ് സിംഗ് കേസിൽ പറയുന്നുണ്ട്. അതിൽ തന്നെ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് ഇതിന് അത്യാവശ്യമാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലുള്ളതായിരുന്നു അതിനെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷന്റേതായിട്ട് വേണം. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം നടപടിയെടുക്കേണ്ടത്. പക്ഷേ സെൻകുമാറിന്റെ കേസിൽ ഇതൊന്നും പരിഗണിച്ചിരുന്നില്ല സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സെൻകുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ലോക്നാഥ് ബെഹ്റയെ DGP ആക്കുകയും ചെയ്തത്. അത് തന്നെയാണ് ഇവിടെ കൃത്യമായും ചോദ്യം ചെയ്തത്. കൃത്യമായി വാദത്തിൽ TP സെൻകുമാർ പറഞ്ഞിരുന്നത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ടാണ് തന്നെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഇത് പുനഃപരിശോധിക്കണം എന്നാണ് സെൻകുമാർ ആവശ്യപ്പെട്ടത്. അത് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു. സർക്കാരിന്റെ നിയമനം തെറ്റാണ്, TP സെൻകുമാറിനെ മാറ്റി പകരം ലോക്നാഥ് ബെഹ്റയെ കൊണ്ടുവന്ന തീരുമാനം തെറ്റാണ് എന്ന് സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു. പകരം സെൻകുമാറിനെ തന്നെ തിരിച്ചെടുക്കണം. സർക്കാരിന് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടി തന്നെയല്ലേ ഇത്? സായികുമാർ, തീർച്ചയായും സെൻകുമാർ സമർപ്പിച്ച 2 സത്യവാങ്മൂലങ്ങളിലും കൃത്യമായും ഈ രാഷ്ട്രീയ പകപോക്കലിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് TP വധക്കേസിൽ നടത്തിയ തന്റെ ഇടപെടലുകൾ, അതുപോലെ തന്നെ CPM നേതാക്കൾ പ്രതികളായിട്ടുള്ള കേസുകളിൽ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തിയത്, അദ്ദേഹം DGP സ്ഥാനത്ത് മാറിയ ശേഷം പുതിയ DGP അധികാരമേറ്റതിനു ശേഷം സംസ്ഥാനത്ത് നടന്നിട്ടുള്ള, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ മാത്രം നടന്നിട്ടുള്ള CPM-ന്റെ പ്രവർത്തകരും നേതാക്കളും പ്രതികളായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ വിവരങ്ങൾ, ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം സമർപ്പിച്ചിരുന്നു. ഇതിന്റെ ഒരു രാഷ്ട്രീയ വശം എന്ന നിലക്ക്. അതേസമയം വാദത്തിനിടെ ഈ രാഷ്ട്രീയ ആരോപണങ്ങളിൽ മാത്രമല്ല
കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഈ ഒരു തീരുമാനത്തിന്റെ വീഴ്ചകൾ അത് കൃത്യമായും കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നതിൽ സെൻകുമാറിന്റെ അഭിഭാഷകൻ വിജയിച്ചിരുന്നു. പലപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ മുതിർന്ന അഭിഭാഷകനായ ഹരീഷ് സാൽവെയായിരുന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായത്. പക്ഷെ ഹരീഷ് സാൽവെക്ക് പോലും പ്രതിരോധിക്കാനാകാത്ത വിധം വളരെ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ, നിയമപരമായിട്ടുള്ള വീഴ്ചകൾ ദുഷ്യന്ത് ദാവെ ഈ കേസിൽ ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വാദത്തിന്റെ അവതരണത്തിന്റെ ഒരു വിജയം കൂടിയാണിത്. കാരണം വളരെ അക്കമിട്ടുള്ള ഒരു അവതരണമായിരുന്നു അദ്ദേഹത്തിന്റേത്. അതിൽ ഓരോ കാര്യങ്ങളും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പ്രകാശ് സിംഗ് കേസിലെ വിധി, അതിൽ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷന്റെ നിലപാട്, ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദം ദിശ കേസിലെയും പുച്ചിങ്ങൽ അപകടത്തിലെയും വീഴ്ചകളായിരുന്നു. പക്ഷെ ആ വീഴ്ചകളുടെ പേരിൽ സെൻകുമാറിനെ എങ്ങനെയാണ് ഉത്തരവാദിയാക്കുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ചോദിച്ചിരുന്നത്. നേരത്തെ ഇതിൽ തന്നെ സംസ്ഥാന സർക്കാർ ഈ ദിശ വധക്കേസിലും പുച്ചിങ്ങൽ അപകട കേസിലും സെൻകുമാറിന് വീഴ്ച പറ്റി എന്നതിനെ തെളിവായി ഉന്നയിച്ചിരുന്നത് അന്ന് ഹോം സെക്രട്ടറി ആയിരുന്നു, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള നളിനി നെറ്റയുടെ ഒരു കുറിപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ആ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ സെൻകുമാർ ചില ഉദ്യോഗസ്ഥരെ, പുച്ചിങ്ങൽ അപകട കേസിൽ ഉത്തരവാദികളായിട്ടുള്ള ചില ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നതിനെ തടഞ്ഞു നിർത്തി പബ്ലിക്കായി പൊതുമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് ഒരു DGPക്ക് നിലക്കാത്ത രീതിയിൽ പരസ്യ പ്രസ്താവനകൾ നടത്തി തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നളിനി നെറ്റയുടെ തന്നെ സർക്കാർ അധികാരത്തിൽ, അതായത് LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നളിനി നെറ്റോ തന്നെ നൽകിയിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടിൽ സെൻകുമാറിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ. സവാദ്, വിധിയുടെ വിശദാംശങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ സവാദിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. TP സെൻകുമാർ വിധിയോട് പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദ സംരക്ഷണത്തിലേക്ക്. മാത്രം എടുത്തിട്ടാണ് എനിക്ക് വേണ്ടി കേസ് നടത്തിയത്. അതുകൊണ്ടാണ് എനിക്ക് സുപ്രീം കോടതിയിൽ കേസ് നടത്താനായിട്ട് സാധ്യമായത്. അപ്പോൾ ഈ 3 വിഭാഗക്കാരോട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ നന്ദി പറയുകയാണ്. പിന്നെ അതുപോലെ എന്നോട് സപ്പോർട്ട് ചെയ്ത നിരവധി പേരുണ്ട്. ഞങ്ങൾ മീഡിയയിൽ തന്നെ വളരെയധികം പേർക്ക് കാര്യങ്ങൾ അറിയാവുന്നവരുണ്ടായിരുന്നു. അവരോടെല്ലാം ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഇതുമൂലം ഒരു കാര്യം ശരിയാണ്, ഈ പ്രകാശ് സിംഗ് കേസിനും അതുപോലെ അതിനുശേഷം ഉണ്ടാകുന്ന പോലീസ് ആക്ടുകൾക്കൊക്കെ ശേഷം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ബാധകമായിരിക്കും, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി ആയതുകൊണ്ട്. അപ്പോൾ അത് വിധിയുടെ കൂടുതൽ കാര്യങ്ങൾ ഇനി വിധി പൂർണ്ണ രൂപത്തിൽ കിട്ടിയാൽ അറിയാൻ പറ്റുള്ളൂ. ഏതായാലും ഇന്ത്യക്ക് മുഴുവൻ ബാധകമായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് നിർബന്ധമായും അനുസരിക്കേണ്ടി വരുന്ന പ്രകാശ് സിംഗ് കേസിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു വിധി എന്നേ ഞാനിപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നുള്ളൂ. അതിലുള്ള മറ്റ് കാര്യങ്ങൾ, കാരണം മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ പോലീസിൻ്റെ കാര്യത്തിലാണ് സുപ്രീം കോടതി പ്രത്യേകമായിട്ട് അവർക്ക് എന്തുകൊണ്ട് നീതിയുക്തമായിട്ടും ഒരു ജനാധിപത്യത്തെ സ്വതന്ത്രമായിട്ടും, അതായത് നിയമം നടപ്പാക്കുന്ന വിധത്തിലും റൂൾ ഓഫ് ലോ നടപ്പാക്കുന്ന വിധത്തിലും ഭരണഘടനാനുസൃതമായിട്ടും ജോലി ചെയ്യേണ്ടതിൻ്റെ ആവശ്യം പരിഗണിച്ചാണ് ഇത്തരമൊരു ജഡ്ജ്മെൻറ്റ് പ്രകാശ് സിംഗ് കേസിൽ ഉണ്ടായത്. അപ്പോൾ സാധാരണ പലപ്പോഴും എന്താണ് പറയുന്നത്, ഈ വിധികളൊക്കെ ഉണ്ടായാലും അത് ഇവിടെ മാത്രമല്ല മറ്റു പലയിടത്തും നടപ്പാക്കപ്പെടാറില്ല. കാരണം ആരും അതിന് അത്രയധികം ബുദ്ധിമുട്ടി പോകാറില്ല. ഇപ്പം ഞാൻ തന്നെ പോയത്, ഇപ്പം എനിക്ക് തന്നെ ഇത് സാധ്യമായത് ഈ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ വഴി എനിക്ക് ഇതിന് അഡ്വക്കേറ്റ് ദുഷ്യന്ത് ദാവയെ അതുപോലെ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണെ ലഭിക്കാനും അവരെ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും സാധിച്ചുകൊണ്ടാണ്. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു റിട്ടയർ ചെയ്യുന്ന വർഷത്തിലൊരു ഓഫീസർക്ക്, പ്രത്യേകിച്ചും വളരെ സത്യസന്ധമായിട്ട് മറ്റൊരു വരുമാനമില്ലാതെ അങ്ങനെ ജീവിക്കുന്ന ഒരു ഓഫീസർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരിക്കലും അവർക്കൊരു കോടതിയിൽ പോയിട്ട് ഇങ്ങനെ ആർഗ്യൂ ചെയ്ത് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനോടും അഡ്വക്കേറ്റ് ദുഷ്യന്ത് ദാവേജിയോടും അതുപോലെ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണോടുമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയമം നടപ്പാക്കി തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് എൻ്റെ കാര്യത്തിന് വേണ്ടിയല്ല, എൻ്റെ വ്യക്തിപരമായിട്ടൊരു കാര്യത്തിന് വേണ്ടിയല്ല. കാരണം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതുമൂലം പ്രയോജനം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം തീർച്ചയായിട്ടും നമ്മൾ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലി സത്യസന്ധമായി ചെയ്തു എന്നതിൻ്റെ പേരിൽ നമ്മൾ പീഡിപ്പിക്കപ്പെടാനും അപമാനിപ്പിക്കപ്പെടാനും ഇടവരരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത്. അത് ഇനി കൂടുതൽ ശക്തമായി എല്ലായിടത്തും നടപ്പാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പാർട്ട് മാത്രമാണ് കേട്ടിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് അത് ജഡ്ജ്മെൻറ്റ് വന്നതിന് പൂർണ്ണ രൂപത്തിൽ വന്നതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ. 2 മാസം ഏതാനും ദിവസങ്ങളാണ് കോടതി എക്സ്റ്റൻഡ് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളത്.
ജൂൺ 30 വരെയാണ് താങ്കളുടെ കാലാവധി. കോടതി താങ്കൾ നഷ്ടപ്പെട്ട കാലാവധി വന്നാൽ മാത്രമേ കോടതിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും പോലീസ് ആസ്ഥാനത്തേക്ക് താങ്കൾ കോടതി വിധി അത് സർക്കാർ കൂടി തീരുമാനിക്കട്ടെ. കോടതി വിധി കിട്ടി സർക്കാർ ഒരു തീരുമാനം എടുക്കട്ടെ. ഞാൻ ഇത്ര നാളേതായാലും കാത്തിരുന്നല്ലോ. അതിനുവേണ്ടി നമ്മൾ എന്താ പറയുന്നത്, നല്ലൊരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇപ്പോൾ പലരും അഭിപ്രായം പറയാറുണ്ട്, എന്താണ് ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ DGP അങ്ങനെയുള്ള കാര്യങ്ങളിൽ. പക്ഷെ പോലീസിൻ്റെ കാര്യത്തിൽ അതുകൊണ്ടാണ് ഇപ്പോൾ IAS ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും IFS ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും വന്നിരിക്കുന്ന എന്താണ്, സിവിൽ സർവീസ് ബോർഡ് കൂടി തീരുമാനിച്ചിട്ട് വേണം 2 വർഷത്തിന് മുമ്പായിട്ട് ഒരാൾ മാറ്റണമെങ്കിൽ. അതൊക്കെയുണ്ട്, നിയമങ്ങളുണ്ട്, നിയമങ്ങൾ പാലിക്കപ്പെടാറില്ല. നിയമങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം അറിയുന്ന മീഡിയക്കാരും ഇല്ല. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കാഡൽ പോസ്റ്റിൽ പോസ്റ്റ് ചെയ്താൽ ഈ ആൾ ഇന്ത്യ സർവീസിൽ TSR സുബ്രഹ്മണ്യം കേസിലെ വിധി അനുസരിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ ഉണ്ടായിരിക്കുന്ന നിയമം അനുസരിച്ച് വിത്തിൻ 2 years ഒരാളെ മാറ്റുന്നതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. നോൺ IPS ഞാൻ പറഞ്ഞത് IAS IFS പറ്റും. IPSകാർക്കാണെങ്കിൽ പ്രകാശ് സിംഗ് കേസ് അനുസരിച്ച് അതനുസരിച്ചുണ്ടാകുന്ന നിയമങ്ങളനുസരിച്ച് മാത്രമേ പറ്റുള്ളൂ എന്ന നിയമമുണ്ട്. പക്ഷെ നമ്മൾ പല സംസ്ഥാനങ്ങളിൽ ഇത് യാതൊരു ശ്രദ്ധയില്ലാതെ ആരും ഇത് ടേക്കപ്പ് ചെയ്യാറില്ല. പോലീസ് സംസ്ഥാനത്ത് ഇറങ്ങുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരാളുടെ മാറ്റണമെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു, നമ്മൾ മാന്യമായി മാറിയില്ല. പക്ഷെ അങ്ങനെയല്ല ചെയ്യുന്നത്. സർക്കാർ വേണ്ട മാറ്റിയാണ്. അല്ല ഞാൻ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഈ 2006 പ്രകാശ് സിംഗ് കേസ് വരുന്നത്. കേരള പോലീസ് ആക്ട് പുതുതായിട്ടുണ്ടാകുന്നത് 2011 അപ്പോൾ അതിന് മുന്നുണ്ടായ മാറ്റങ്ങൾക്കൊന്നും ഈ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് ഇതുപോലെ മാറ്റിയിരുന്നു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ്. അതായത് ഏതൊരു ഗവൺമെൻറ് ആയാലും ആ ഗവൺമെൻറ്റിൻ്റെ നിയമപരമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് ഉദ്യോഗസ്ഥൻ്റെ ബാധ്യത തന്നെയാണ്. അതിന് ഗവൺമെൻറ് എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്നതിൽ ഇത്തരം നിയന്ത്രണങ്ങൾ വരുന്നത്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥൻ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ എല്ലാ സത്യപ്രതിജ്ഞകളിലും പറയുന്നുണ്ടല്ലോ, വേണ്ട രാഷ്ട്രീയം നമ്മൾ പറയുന്നില്ല. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സർക്കാർ ചില വാദങ്ങൾ കേസുകൾ അത് ന്യായമായിരുന്നില്ല എന്ന് അല്ല, അത് നോക്കുക. അത് സുപ്രീം കോടതിയുടെ വിശദമായിട്ടുള്ള ജഡ്ജ്മെന്റിൽ അതിനെപ്പറ്റി പരാമർശം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് മുഖ്യമന്ത്രിയെ ഒന്നാമത്തേൽ സഭയ്ക്കുള്ളിൽ പറയുന്നതിനെ പറ്റി ഒരു പ്രതികരണം നടത്താൻ നമുക്ക് അനുവാദമില്ല. അത് മുഖ്യമന്ത്രി ആയാലും ആരായാലും. അപ്പം സഭയ്ക്കുള്ളിൽ പറഞ്ഞത് അവിടെ കിടക്കട്ടെ. അതിനെപ്പറ്റി എനിക്കൊരു കമന്റ് പറയാനില്ല. ഉണ്ടായിരുന്നു ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയിരുന്നു. വലിയ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആള് നടത്തിയിരുന്ന 3 ഫയലുകൾ, അത് എന്നെ മറ്റുന്നതിന് ആസ്പദമാക്കിയ 3 ഫയലുകൾ ഹാജരാക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ഏതായാലും ആ ഫയലുകൾ ഞങ്ങൾ ഏതായാലും റൈറ്റ് ടു ഇൻഫർമേഷൻ കിട്ടിയ കോപ്പി ഹാജരാക്കിയിരുന്നു. അതിലെന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു കാലത്തും നടക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളാണ് അതിൽ നടന്നത്. ഏതായാലും പറ്റി തീർച്ചയായിട്ടും ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. നോക്കുക, അവർ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടല്ലോ. ആ കേസ് കോടതിയിലിരിക്കുകയാണ്. അതേപ്പറ്റി ഞാനിപ്പോൾ കമന്റ് പറയുന്നത് ശരിയല്ല. മനസ്സിലായോ? അല്ല, ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ? അപ്പോൾ അതിന് എന്ത് സംഭവിക്കുന്നു നോക്കട്ടെ. എനിക്ക് അതേപ്പറ്റി ആവലാതിയൊന്നുമില്ല. കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒറ്റവരിയിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു സെൻകുമാറിനെ DGP ആയി തന്നെ തിരിച്ചെടുക്കണമെന്ന ഈ സർക്കാരിന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി. താങ്കളുടെ പ്രതികരണം? ഇത് പിണറായി വിജയന്റെ കരണ്ടേറ്റ ഒരടിയാണ് ഈ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത്. കാരണം ശ്രീ സെൻകുമാറിനെ മാറ്റി ശ്രീ ലോക്നാഥ് ബെഹ്റയെ വെക്കുമ്പോൾ ശ്രീ സെൻകുമാറിന്റെ ഒരു കമന്റ് വന്നിരുന്നു, എനിക്കൊരിക്കലും ലോക്നാഥ് ബെഹ്റ ആകാൻ പറ്റില്ല, ലോക്നാഥ് ബെഹ്റയ്ക്ക് ഒരിക്കലും ഞാനാകാൻ പറ്റില്ല, അതുകൊണ്ട് പിണറായി വിജയൻ ആവശ്യം ഒരു ലോക്നാഥ് ബെഹ്റയാണ്. അതാണ് അതിന്റെ കറക്റ്റ് കമന്റ്. കാരണം പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന, വിടുപണി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് പോലീസ് ആസ്ഥാനത്ത് DGPയുടെ കസേരയിൽ അദ്ദേഹത്തിന് ആവശ്യം. കഴിഞ്ഞ കുറെ നാളുകളായി
വീഴ്ചകളുടെ ഒരു പരമ്പര തന്നെയാണ് DGPയുടെ ഭാഗത്ത് നിന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുറ്റിങ്ങൽ ദുരന്തത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ദിശ വധക്കേസിന്റെ വീഴ്ചയുടെ പേരിലോ ഒരിക്കലും അദ്ദേഹത്തെ മാറ്റാൻ പറ്റില്ല. കാരണം അതിനൊന്നും കേരളത്തിലെ DGPക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. പിന്നെ നളിനീയത്ത് എന്തുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എഴുതി കൊടുക്കുന്നതിന്റെ അടിയിൽ ഒപ്പിടുന്ന ജോലിയാണ് കഴിഞ്ഞ കുറെ നാളുകളായി നളിനീയത്തേക്കുള്ളത്. അവരവരുടെ സകല വ്യക്തിത്വവും കളഞ്ഞു കുളിച്ചിരിക്കുന്നു. ഒരു IAS ഓഫീസർ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് ഹോം സെക്രട്ടറിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും ഒക്കെ പദവിയിലിരിക്കുമ്പോൾ നിഷ്പക്ഷമായി നീതിപൂർവമായി സ്വതന്ത്രമായി അഭിപ്രായം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാൻ അവർ കഴിയണം. അങ്ങനെ വിജയാനന്ദ് പറഞ്ഞിട്ടുണ്ട്, അവർ പറയുന്നില്ല. അതിന്റെ പരിണിത ഫലമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇത് അവരുടെ റിപ്പോർട്ട് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇതിപ്പോ ഒന്നിനു പുറകെ ഒന്നായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിധി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇത് മൂന്നാമത്തെ വിക്കറ്റ് MM മണിയിലൂടെ വീഴാൻ പോകുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുജന സമൂഹത്തിന് നീതി കിട്ടുന്ന ഒരു ഉദ്യോഗസ്ഥൻ DGPയുടെ കസേരയിലേക്ക് മടങ്ങി വരാൻ പോകുന്നു. മുഖ്യമന്ത്രിക്ക് ഉളുപ്പില്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ കേസിൽ TP സെൻകുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം തന്നെ മാറ്റിയത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ്. ആ വൈരാഗ്യത്തിന്റെ പേരിലാണ് DGP സ്ഥാനത്ത് തന്നെ മാറ്റുകയും പകരം ലോക്നാഥ് ബെഹ്റയെ കൊണ്ടുവരികയും ചെയ്തത്. അത് സുപ്രീം കോടതി അംഗീകരിക്കുകയല്ലേ ചെയ്തത് അത്തരമൊരു വാദം? തീർച്ചയായിട്ടും കേരളത്തിന്റെ ചരിത്രത്തിൽ പണ്ട് കണ്ണൂർ ജില്ലയിൽ കൊലപാതകം നടന്നാൽ യഥാർത്ഥ പ്രതികൾ ഒരിക്കലും പിടിക്കപ്പെടുമായിരുന്നില്ല. പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റിനനുസരിച്ചുള്ള പ്രതികളെ സറണ്ടർ ചെയ്യിപ്പിച്ച് അവരെ പ്രതികളാക്കി കേസുകൾ ചാർജ് ചെയ്ത് കോടതിയിൽ കൊടുക്കുന്ന ഒരു പ്രവണതയായിരുന്നു കണ്ണൂർ ജില്ലയിലെ കൊലപാതകങ്ങൾക്കുണ്ടായത്. അതിന് മാറ്റം വന്നത് ശ്രീ സെൻകുമാർ DGP ആയതിനു ശേഷവും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷമാണ്. ഇപ്പൊ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യാനും അതിലെ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ തന്റേടം കാണിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീ സെൻകുമാർ. അദ്ദേഹത്തിന്റെ ആർജവം, അദ്ദേഹത്തിന്റെ ധൈര്യം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. എത്ര ഭീഷണികൾ ഉണ്ടായിട്ടും, എത്ര പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും, എത്ര സമ്മർദ്ദം ഉണ്ടായിട്ടും യഥാർത്ഥ പ്രതികളെ പിടിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, ആ കേസ് കുറെ കൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിൽ മാർക്സിസ്റ്റ് പാർട്ടി മറ്റാരെങ്കിലും കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പ്രതികാര മനോഭാവത്തോടു കൂടിയാണ് പെരുമാറുന്നത്. രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി തന്റെ കൂടെ നിൽക്കുന്ന ക്രിമിനലുകളായ ആളുകളെ പിടിച്ച് കയ്യാമം വെച്ച് ഇരുമ്പലുകൾ കൂടെ അടച്ച് പ്രതികാരമാണ് മുഖ്യമന്ത്രി കസേരയിൽ ആഭ്യന്തര മന്ത്രി സ്ഥാനം ഉപയോഗിച്ച് ശ്രീ പിണറായി വിജയൻ നടത്തുന്നത്. ഇതൊരിക്കലും നീതീകരിക്കാനാവില്ല. എന്തായാലും സത്യവും ധർമ്മവും ജയിക്കും. ശ്രീ സെൻകുമാർ അജയ്യനായി തിരിച്ചെത്തിയത് പിണറായി വിജയന് അല്പമെങ്കിലും അഭിമാനം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ കസേര ഒഴിഞ്ഞ് വേറെ ആരെയെങ്കിലും ഇരുത്തണം. റൈറ്റ്, വളരെ നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. സവാദ് മുഹമ്മദ് ഉണ്ട് വിധിയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. സവാദ്, ഒറ്റവരിയിൽ വിധി പറയുകയായിരുന്നു സുപ്രീം കോടതി. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സായ്കുമാർ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ ഈ വിധിയിൽ സംസ്ഥാന സർക്കാർ സെൻകുമാറിനെ മാറ്റിയതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങൾ അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പുറ്റിങ്ങൽ അപകട കേസിലും അതുപോലെ തന്നെ ജിഷ വധക്കേസിലും DGP എന്ന നിലയിൽ സെൻകുമാറിന്റെ വീഴ്ച ആ കേസിലുണ്ടായിട്ടുള്ള വീഴ്ചകൾക്കെല്ലാം ഉത്തരവാദി സെൻകുമാറിനാണ് എന്നതായിരുന്നു പ്രധാനപ്പെട്ട വാദം. ഈ രണ്ട് കേസുകളിലും സെൻകുമാറിന് DGP എന്ന നിലയിൽ തെറ്റുപറ്റി എന്ന് പറയാനാകില്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ വരാം. മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒറ്റവരിയിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു സെൻകുമാറിനെ തിരിച്ചെടുക്കണമെന്ന്. ഈ സർക്കാരിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടി. താങ്കളുടെ പ്രതികരണം? ഈ സർക്കാർ സ്വയം ഏറ്റെടുത്തിയ തിരിച്ചടിയാണത്. ഈ ഗവൺമെന്റ് ഇത് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം പ്രകാശ് സിംഗ് കേസിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് സുപ്രീം കോടതിയുടെ വിധിയുള്ള ഡയറക്ഷൻ ഉള്ളതാണ്. ലോ ആൻഡ് ഓർഡർ ചാർജുള്ള ഒരു IPS ഉദ്യോഗസ്ഥനെ ചുരുങ്ങിയത് 2 വർഷമെങ്കിലും ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു ആ വിധിയുടെ സാരാംശം. ആ വിധിയെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് എടുത്ത തെറ്റായ നടപടി കൊണ്ടാണ് ഇപ്പോൾ ഈ തിരിച്ചടി അവർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ തിരിച്ചടി മുഖ്യമന്ത്രിക്ക് നേർക്ക് തന്നെയല്ലേ? ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി പോലീസിന്റെ നിരവധി വീഴ്ചകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. രാഷ്ട്രീയ തീരുമാനത്തിന്റെ പേരിലാണ് തന്നെ മാറ്റിയത് എന്നാണ് സെൻകുമാർ കോടതിയിൽ വാദിച്ചത്. അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു. അനുകൂലമായ വിധിയും പുറപ്പെടുവിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് തന്നെ ഏറ്റ തിരിച്ചടിയല്ലേ ഇത്? രാഷ്ട്രീയ തീരുമാനം കൊണ്ടാണ് എന്നെ മാറ്റിയത്. ഇവിടെ സെൻകുമാർ പറഞ്ഞിരുന്നു
അതുപോലെ തന്നെ ഗവൺമെന്റ് അതേ വാദഗതി തന്നെ പറഞ്ഞു രാഷ്ട്രീയ കാരണങ്ങളാണ് എന്ന് പറഞ്ഞു. ആദ്യം ഇൻഎഫിഷ്യൻസി എന്ന് പറഞ്ഞ് രണ്ട് കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ കോടതി തന്നെ ഒബ്സർവേഷനിൽ ചോദിച്ചു, അങ്ങനെയാണ് അതിനേക്കാൾ ഇൻഎഫിഷ്യന്റ് എന്ന് ചിത്രീകരിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയിട്ടുണ്ടോ എന്ന്. ഉത്തരം വളരെ ക്ലിയർ അല്ലേ, ആരെയും മാറ്റിയിട്ടില്ല. അപ്പോ സെൻകുമാറിനെ മാറ്റിയത് രാഷ്ട്രീയ വൈരുദ്ധ്യാതര ബുദ്ധിയാണ് എന്നുള്ളതിൽ നിഷ്പക്ഷമതിക്ക് ചെന്നെത്താൻ കഴിയും. അതാണ് കോടതി വന്നെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമാണ്. ആ തീരുമാനം നിശ്ചയമായിട്ടും സെൻകുമാറിനെ മാറ്റുന്നതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് ആരൊക്കെ ഉണ്ടോ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ സർക്കാർ അധികാരത്തിലേറ്റ ആദ്യ ദിനങ്ങളിലെടുത്ത ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ് സെൻകുമാറിനെ മാറ്റി പകരം ലോക്നാഥ് ബെഹ്റയെ DGP സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അത് തെറ്റാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് ഇനി ആ വകുപ്പിൽ തുടരാൻ അർഹതയുണ്ടോ? എന്താണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്? സ്വാഭാവികമായിട്ട് പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതൃത്വമാണ് പറയേണ്ടത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, വളരെ ഈ ഗവൺമെന്റ് വടി കൊടുത്ത് അടി മേടിക്കുകയായിരുന്നു. ഗവൺമെന്റിന് കാര്യമായി ഒരു യഥാർത്ഥത്തിൽ ഇതുപോലുള്ള പോയി വീഴാതെ രക്ഷപ്പെടാൻ ഒത്തിരി മാർഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഗവൺമെന്റ് വടി കൊടുത്ത് അടി മേടിച്ച പോലെയായി. അതാണ് താങ്കളുടെ പ്രതികരണം. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.